താമരശ്ശേരി രൂപതയുടെ മതകോടതിക്കെതിരെ ഫാദർ അജി പുതിയാമ്പറമ്പിൽ രംഗത്ത് വന്നിരിക്കുന്നു. സഭയുടെ നിലപാട് വിരോധാഭാസമാണെന്നാണ് ഫാദർ പറയുന്നത്. ആഗോളതലത്തിൽ സഭ നവീകരിക്കപ്പെടുമ്പോൾ കേരളത്തിൽ കിരാതവും അപരിഷ്കൃതവുമായ നടപടിയാണ് താമരശ്ശേരി രൂപതയുടേത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സഭയിലെ ജീർണതയ്ക്കെതിരെ പ്രതികരിക്കുന്നവരെ ശിക്ഷിക്കുകയാണെന്നും ഫാദർ അജി പുതിയാമ്പറമ്പിൽ 24 പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. എനിക്കെതിരെയുള്ള താമരശ്ശേരി രൂപതയുടെ വിചാരണ കോടതി നടപടികൾ ഈ 20-ാം തീയതി ആരംഭിക്കുകയാണ്. ഈ കോടതി നടപടികളിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു രൂപതയുടെ സ്വത്ത് അന്യാധീനപ്പെടുത്തിയ മെത്രാനെതിരെ വിചാരണയില്ല. കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന് ആരോപിക്കുന്ന മെത്രാനെതിരെയും വിചാരണയില്ല. ഇതൊക്കെ ചോദ്യം ചെയ്യുന്നവർക്കെതിരെ വിചാരണ നടത്തുന്നു. ഇത് തികച്ചും ഒരു വിരോധാഭാസമാണ്. സഭയുടെ ജീർണത മാറുന്നതിന് എന്നെപ്പോലെയുള്ളവരുടെ ശബ്ദം അനിവാര്യമാണ്. ഈ ശബ്ദത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഈ വിചാരണ കോടതി. പക്ഷെ ഞാൻ ഈ വിചാരണ കോടതിയെ ഭയപ്പെടുന്നില്ല. തീർച്ചയായിട്ടും ഈ കോടതിയുമായി തന്നെ മുന്നോട്ട് പോകും. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ സി മുഹമ്മദ്. വളരെ കരുത്താർജിച്ച ഒരു നിലപാടുമായിട്ടാണല്ലോ ഈ ഫാദർ രംഗത്ത് വന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും വളരെ ശക്തമായ നിലപാടുമായി തന്നെയാണ് ഫാദർ അജി പുതിയാമ്പറമ്പിൽ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ സഭാ നേതൃത്വം ഉന്നയിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് മതകോടതി രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കുകയും ചെയ്യുന്നത്. ഈ വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമായിക്കൊണ്ട് ഫാദർ അജി എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സഭയുടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വലിയ രീതിയിലുള്ള ഭൂമി വിൽപ്പന നടത്തി. സഭയുടെ ഭൂമിയാണ് ഇത്തരത്തിൽ വിൽപ്പന നടത്തുകയും വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തുകയും ചെയ്തത്. അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല, അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് വിചാരണ ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഫാദർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കെതിരായിട്ടുള്ള കേസ്, സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിചാരണ ഉണ്ടാകുന്നില്ല എന്ന കാര്യം ചോദിക്കുന്നു. ഇത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ട ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവരെ രക്ഷിക്കുകയും അതേസമയം സഭയ്ക്കകത്തുള്ള ജീർണതകളെ തുറന്നു കാണിക്കുന്ന തനിക്കെതിരെ വിചാരണ നടത്തുകയും ചെയ്യുന്നു. ഇതാണ് വലിയ രീതിയിലുള്ള ഒരു ആഭാസമായി കാണുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകും, തൻ്റെ നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. 10,000-ഓളം വരുന്ന വൈദികരെയും അതുപോലെ തന്നെ 30,000-ഓളം വരുന്ന കന്യാസ്ത്രീകളെയും ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ള നേതൃത്വം ഭീഷണിപ്പെടുത്തുകയും തങ്ങളുടെ വരുതിയിലാക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തന്നെ പോലുള്ളവരെ വലിയ രീതിയിൽ വേട്ടയാടുകയും ശിക്ഷാവിധികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തി ഒരിക്കലും സഭയുടെ നവീകരണമല്ല ഉദ്ദേശിക്കുന്നത്. ചില നേതാക്കളുടെ, അതായത് സഭാ നേതൃത്വത്തിൻ്റെ ചില വ്യക്തികളുടെ താല്പര്യം സംരക്ഷിക്കൽ മാത്രമാണ് ഉണ്ടാകുന്നത്. അത് സഭയെ ജീർണിപ്പിക്കുക തന്നെ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തൻ്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. 20-ാം തീയതിയാണ് ഇപ്പോൾ സഭാ നേതൃത്വം തന്നോട് ഈ വിചാരണക്കായി എത്താൻ, താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള കോടതിയിലേക്ക് എത്താൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. താൻ ആ സമയത്ത് തന്നെ അവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട തൻ്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യവും ഫാദർ അജി പുതിയാമ്പറമ്പിൽ പറയുന്നുണ്ട്. ഏതായാലും സഭാ നേതൃത്വത്തിൻ്റെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് താൻ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് ഈ നിലപാടുമായിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്നും ഫാദർ പറയുന്നു. ഏതായാലും 20-ാം തീയതിയാണ് ഈ കോടതി നടപടികൾ ആരംഭിക്കുന്നത്. മതകോടതി ഒരു സമാന്തര കോടതിയായി മാറുന്നു എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. എന്തായാലും നമുക്കൊപ്പം ചേർന്നത്